ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിജിറ്റൽ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള ബോച്ചേട്ടിയുടെ ബ്രാഞ്ചുകൾ എവിടെയൊക്കെയാണ്, അവിടേക്ക് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം, എങ്ങനെ അവരെ ബന്ധപ്പെടാം, അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള ഫുൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബോച്ചേട്ടിയുടെ ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യുന്ന രീതികൾ, അതുപോലെ തന്നെ ബോച്ചേട്ടിയുടെ പ്രൊഡക്റ്റുകൾ എല്ലാത്തിൻ്റെയും വിവരങ്ങൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്കും നല്ല രീതിയിൽ കമൻറ്റുകളും അറിയിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ബ്രാഞ്ചുകൾ ആദ്യമായിട്ട് നമ്മുടെ ബ്രാഞ്ചുകൾ എവിടെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. വോയിസ് നമുക്കത് ഏതൊക്കെയാണ് നമുക്കത് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മുകളിൽ കാണുന്ന ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും. ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ കഴിയും. നേരെ മുകളിൽ ആപ്പ് തുറന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നേരെ മുകളിൽ ആഡ് ക്യാഷ് നെല്ലിൻ്റെ വലത് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് 3 വര കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രൊഡക്റ്റ്, മൈ ടിക്കറ്റ്, അബൌട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഷിപ്പിംഗ്, അതുപോലെ തന്നെ യൂസർ എഗ്രിമെന്റ്, സ്റ്റോർ, പിക്ക് ആൻഡ് പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കഴിയും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റോർ എന്നുള്ള ഭാഗം അടിയിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കേട്ടോ. സ്റ്റോറീസ്, അതായത് നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകൾ ഏതൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാം. കൂടാതെ അത് മാത്രമല്ല, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ബ്രാഞ്ചിൽ നമുക്ക് ടിക്കറ്റ് സ്റ്റോക്ക് ഉണ്ടോ, ബോച്ചേട്ടി സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ അറിയാനുണ്ട്. നമുക്കതിൽ സ്റ്റോറീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2-3 സെക്കൻഡ് കൊണ്ട് അത് ലോഡായിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും ഫസ്റ്റ് ബ്രാഞ്ച് പുനലൂർ റോഡിൽ അഞ്ചൽ എന്ന് പറഞ്ഞ കൊല്ലത്തിലെ അവിടെ കാണാൻ കഴിയും. ഇവിടെ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് കൊല്ലം ആ ഭാഗത്തുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ചിട്ട് സ്റ്റോക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ അങ്കമാലി കാണാൻ കഴിയും. അങ്കമാലി ഉണ്ട്, അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ ഉണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലെ ആളുകൾ ഓരോ ഭാഗം നോക്കുക, എന്നിട്ട് അവിടെ ഉണ്ടോ നോക്കുക. അതുപോലെ തന്നെ ചാവക്കാട് കോണ്ടാക്ട് നമ്പർ ഉണ്ട്, ചെമ്മാട്, എടക്കര. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ബ്രാഞ്ചുകൾ, കേരളത്തിലെ ഒരുപാട് ഒട്ടുമിക്ക ബ്രാഞ്ചുകളും നമുക്ക് കാണാൻ കഴിയും. മഞ്ചേരി ഉണ്ട്, മണ്ണാർക്കാട് ഉണ്ട്, ഒറ്റപ്പാലം, പാലക്കാട്, അങ്ങനെ ഒരുപാട്, പട്ടാമ്പി, ഒരുപാട് നിങ്ങൾക്ക് ഇവിടെ ബ്രാഞ്ചുകൾ കാണാൻ കഴിയും. ജസ്റ്റ് അതിലുള്ള ഏത് ബ്രാഞ്ചാണോ നിങ്ങളത് അടുത്തുള്ള ബ്രാഞ്ച് അതിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ടിക്കറ്റ് കൺഫേം ചെയ്യുക. സാധനം അതിൽ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബ്രാഞ്ചുകളെ കുറിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ വാലറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കാം. നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ള വീഡിയോസ് ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ 3 ഓപ്ഷനിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈ ടിക്കറ്റ് എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ മഞ്ഞ കളറിലുള്ള ഈ ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ടിക്കറ്റ്, നമ്മൾ എടുത്ത ടിക്കറ്റ്, മുമ്പ് ടിക്കറ്റ് എടുത്തതൊക്കെ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ബാലൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ്, അതുപോലെ തന്നെ വിന്നിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ, ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ, ക്യാഷ് ആഡ് ചെയ്യാൻ ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതായത് ഞാനിവിടെ ആഡ് ക്യാഷ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 50 രൂപ, മിനിമം 50 രൂപ നമുക്ക് ആഡ് ചെയ്യാം. 100 രൂപ മുതൽ നമുക്ക് ഇവിടെ 1000 രൂപ വരെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡയറക്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, 50 രൂപ ഒരു ടിക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ 50 രൂപ മിനിമം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇതിനായിട്ട് ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും പേടിഎം, പേപ്പാൾ, ഒരുപാട് ഭാഗങ്ങൾ കാണാൻ കഴിയും, ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് കാർഡ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇവിടെ വരുന്നത്. അതിനുശേഷം താഴത്തുള്ള ഈ ഒരു ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. UPI വഴിയാണ്, അതായത് ഗൂഗിൾ പേ, പേടിഎം, മറ്റു എന്താ പറയുക, പേപ്പാളൊക്കെ, ഫോൺ പേ ഒക്കെ ഇതിലേക്കൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ ഇതിൽ നോക്കി കൊടുക്കുക. അങ്ങനെ UPI എന്നുള്ള ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു കോഡ് ജനറേറ്റ് ആവാൻ ഇവിടെ ബാർ കോഡ് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഇപ്പോൾ അവിടെ കോഡ് ഓപ്പൺ ആയിട്ടില്ല. കോഡ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മുകളിലേക്ക് പോവുക. മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ പേര് കറക്റ്റായിട്ട് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ പോസ്റ്റൽ കോഡ്, അതായത് നിങ്ങളുടെ സിറ്റിയുടെ പിൻ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ സിറ്റി കൊടുക്കുക. എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ മലപ്പുറം, മഞ്ചേരി, ഏത് സിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ നിങ്ങൾ കേരള എന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓൾറെഡി ഇന്ത്യ എന്ന് വന്ന് കിടക്കും.
ഇവിടെ നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുക, ഫോൺ നമ്പർ തെറ്റാതെ കൊടുക്കുക. ഈ ഒരു ഏത് മൊബൈൽ ഫോണാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ മൊബൈൽ ഫോണിലെ ഫോൺ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഗേസ് അതിനുശേഷം നിങ്ങൾ താഴോട്ട് വന്നിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജനറേറ്റ് കോഡ് എന്ന് കാണാൻ കഴിയും. ഇത്രയും ഭാഗങ്ങൾ എഴുതി കൊടുത്തതിന് ശേഷം ജനറേറ്റ് കോഡ് എന്നുള്ള ഭാഗം കാണാൻ കഴിയും പച്ച കളറിൽ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ QR കോഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഈ QR കോഡിനെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുക്കണം. ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നേരെ പോവേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ പേ, അതുപോലെ തന്നെ ഫോൺ പേ, Paytm, UPI ഇതിലെയാണോ നിങ്ങൾക്ക് വിഡ്രോ വാലറ്റുകളും ക്യാഷ് ആഡ് ചെയ്യാനുള്ള വാലറ്റുകളൊക്കെ ഉള്ളത് അതിലേക്ക് പോവുക. ഇപ്പോൾ ഫോൺ പേ ഉള്ള ആളുകളാണെങ്കിൽ ഇവിടെ ഫോൺ പേ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും QR കോഡ് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ. ജസ്റ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു QR കോഡ് സെലക്ട് ചെയ്യാനൊരു ഭാഗം വരും. അപ്പോൾ ഇവിടെ താഴത്ത് നിങ്ങൾക്ക് ഗാലറി ഉണ്ട്. ഇവിടെ താഴത്ത് ഒരു ഗാലറിയുടെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച ആ ഒരു QR കോഡ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. 50 രൂപ ഇവിടെ ഓൾറെഡി വരുന്നതാണ്. ആഡ് ചെയ്യാനുള്ള ക്യാഷ് അവിടെ വരുന്നതാണ്. അതിനുശേഷം ഇവിടെ പണം അടക്കുന്നതിന് പ്രൊസീഡ് ചെയ്യുക എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ താഴത്ത്. ഇവിടെ താഴത്ത് കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിലെ ഏത് അക്കൗണ്ട് ആണോ നിങ്ങൾക്ക്, ഫെഡറൽ ബാങ്ക് ആണോ, ഗ്രാമീണ ബാങ്ക് ആണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്ക് ആണോ, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു അക്കൗണ്ട് ഇവിടെ വരും. പണം നൽകുക എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്താൽ മാത്രം മതി. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് അപ്പം തന്നെ സ്പോട്ടിൽ വരും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ 3-4 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്യുക. ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് 40 രൂപ 50 രൂപ ആഡായതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ നേരെ വരിക. നേരെ വന്നിട്ട് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ബൈ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വരും. ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്യുക. 1 ടിക്കറ്റ് 2 ടിക്കറ്റ് അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് എത്ര ടിക്കറ്റ് വേണമെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാം. അതിനുശേഷം ബൈ നൗ എന്നുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് പിക്ക് ഫ്രം സ്റ്റോർ എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ഹോം ഡെലിവറി എന്ന് കാണാൻ കഴിയും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഗൈസ് ഞാനിവിടെ സ്റ്റോറിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തതിന് ശേഷം ഇവിടെ കള്ളിയിൽ കൊടുക്കുക, ബൈ നൗ കൊടുക്കുക, അതുപോലെ തന്നെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.